നമസ്കാരം. നേതാക്കളുടെ ബി.ജെ.പി. പ്രവേശനവും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും കൊഴുക്കുന്നതിനിടെ കോൺഗ്രസിനെ വെട്ടിലാക്കി മുതിർന്ന ബി.ജെ.പി. നേതാവ് പ്രകാശ് ജാവേദ്കറുടെ വെളിപ്പെടുത്തൽ. കേരളത്തിൽ ഇ.പി. ജയരാജനെ മാത്രമല്ല കണ്ടതെന്നും എല്ലാ കോൺഗ്രസ് എംപിമാരെയും താൻ കണ്ടിരുന്നുവെന്നും ജാവദേക്കർ പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. കേരളത്തിന്റെ ചുമതലയുള്ള ബി.ജെ.പി. നേതാവ് എന്ന നിലയിലാണ് പ്രകാശ് ജാവേദ്കർ ഇവിടെ എത്തുന്നത്. ഈ സമയത്ത് താൻ CPM, CPI നേതാക്കളെയും കോൺഗ്രസ് എംപിമാരുമായും കൂടിക്കാഴ്ച നടത്തിയെന്നാണ് ജാവേദ്കർ അവകാശപ്പെടുന്നത്. കേരളത്തിൽ CPM-ന് ഒരു MP മാത്രമാണുള്ളതെന്ന് പറഞ്ഞ ജാവേദ്കർ ബാക്കിയുള്ളവരെ കണ്ടിരുന്നുവെന്നും വ്യക്തമാക്കി. രാഷ്ട്രീയ നേതാക്കൾ പരസ്പരം നടത്തുന്ന കൂടിക്കാഴ്ചകളിൽ എന്ത് തെറ്റാണ് ഉള്ളതെന്നും മുൻ കേന്ദ്രമന്ത്രി കൂടിയായ ജാവേദ്കർ ചോദിക്കുകയുണ്ടായി. എന്നാൽ ഇ.പി. ജയരാജനുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ആ വിഷയം ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി അവസാനിച്ചെന്നായിരുന്നു ജാവേദ്കറുടെ മറുപടി. അതേസമയം കേരളത്തിൽ പുതിയൊരു രാഷ്ട്രീയ വിവാദത്തിന് കൂടി തിരികൊളുത്താൻ കെൽപ്പുള്ളതാണ് ജാവേദ്കറുടെ ഈ വെളിപ്പെടുത്തൽ. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇ.പി. ജയരാജൻ ജാവേദ്കറിനെ കണ്ട കാര്യം വലിയ രീതിയിൽ കോൺഗ്രസ് വിമർശന വിധേയമാക്കുകയും അതിന്റെ പേരിൽ CPM-നെ ഉൾപ്പെടെ കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ ഇതിന്റെ അലയൊലികൾ അടങ്ങും മുൻപാണ് കോൺഗ്രസ് എംപിമാരെയും താൻ കണ്ടിരുന്നെന്ന് ജാവേദ്കർ വെളിപ്പെടുത്തുന്നത്. എന്നാൽ ആരൊക്കെയാണ് ഇതിൽ ഉള്ളതെന്ന കാര്യം ജാവേദ്കർ പേരെടുത്ത് പറഞ്ഞിട്ടില്ല. ജയരാജൻ വിവാദത്തിൽ പ്രതിരോധത്തിലായ CPM-ന് ഈ തുറന്നു പറച്ചിൽ പിടിവള്ളിയാകും എന്ന് ഉറപ്പാണ്. നേരത്തെ വോട്ടെടുപ്പിന് മണിക്കൂറുകൾക്ക് മാത്രം ശേഷിക്കുകയാണ് ഇ.പി. ജയരാജൻ CPM വിട്ട് ബി.ജെ.പിയിലേക്ക് പോകുമെന്ന മുന്നറിയിപ്പുമായി KPCC അധ്യക്ഷൻ K. സുധാകരൻ രംഗത്ത് വന്നത്. അതിനു മുന്നോടിയായി ശോഭാ സുരേന്ദ്രനുമായി ഇ.പി. ചർച്ച നടത്തിയെന്നും സുധാകരൻ ആരോപിച്ചിരുന്നു. എന്നാൽ ആരോപണങ്ങൾ നിഷേധിച്ച ഇ.പി. ആവട്ടെ പ്രകാശ് ജാവേദ്കറെ കണ്ടെന്ന കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് സാക്ഷിയായി ദല്ലാൽ നന്ദകുമാർ കൂടെ ഉണ്ടായിരുന്നുവെന്നും ഇ.പി. ജയരാജൻ സമ്മതിച്ചു. ഇതോടെ കോൺഗ്രസ് വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.